ശരണപ്പെടുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വേഗം നമ്മുടെ ശ്രദ്ധയത്തിരിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവിന് അതേ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ആരാണ് നൽകുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? ആത്മാവ്. ഒരേ ആത്മാവാണ് നൽകുന്നത്. പക്ഷെ വ്യത്യസ്ത രീതിയിലുള്ള കൃപാവരങ്ങളെ പരിശുദ്ധാത്മാവ് പകരുന്നു. ആത്മാവാണ് പകരുന്നത്. പ്രവചനം ആത്മാവാണ് പകരുന്നത്. ജ്ഞാനം ആത്മാവാണ് പകരുന്നത്. അവിടെ 8-ാമത്തെ വാക്യത്തിൽ ഒരു വരത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണത്? ജ്ഞാനത്തിന്റെ വചനം. ഇന്ന് രാത്രിയിൽ അതിനെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ജ്ഞാനത്തിന്റെ വചനവും പരിശുദ്ധാത്മാവിന്റെ പ്രധാന കൃപാവരങ്ങളിൽ ഒന്നാകുന്നു. പരിശുദ്ധാത്മാവാണ് അത് പകരുന്നത് എന്ന് നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കാൻ കഴിയും. ജ്ഞാനത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം എന്ന് പറയുന്നത്, ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ചിത്രം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ? ഒരാളെ നാം കാണുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ചിത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയകാല അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ ദൈവം ആത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി തരും. അതാണ് ജ്ഞാനത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത്. ജ്ഞാനത്തിന്റെ വചനം യേശു കർത്താവിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. യേശു കർത്താവിൽ എല്ലാ വരങ്ങളുടെയും ഉറവിടമാകുന്നു യേശു കർത്താവ് നമുക്ക് പറയാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിത്വമായിരുന്നല്ലോ യേശു കർത്താവ്. ആദ്യ ശുശ്രൂഷകളിൽ തന്നെ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുന്നു. അതിനുശേഷം മരുഭൂമിയിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവിൽ അവൻ ഗലീലയിലേക്ക് മടങ്ങിച്ചെല്ലുന്നു എന്നൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ആത്മാവിലാണല്ലോ തുടക്കം, അല്ലെ? പുറാകുന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് ഇറങ്ങി വന്ന നാൾ മുതൽ ജ്ഞാനത്തോടും ആത്മനിറവോടും കൂടെയാണ് യേശു കർത്താവ് ശുശ്രൂഷിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ ജ്ഞാനത്തിന്റെ വചനം ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്ത ആളാരെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു ഉദാഹരണം എന്ന് പറയാമോ? മത്സ്യത്തിന്റെ വായിൽ ബ്രഹ്മപ്പണം ഇരിപ്പുണ്ട്, അല്ലെ? കടലിൽ പോയി ചൂണ്ടയിട്ട് അതിനെ പിടിച്ചുകൊണ്ട് വരിക. എങ്ങനെ അറിഞ്ഞു, അല്ലെ? കർത്താവ് അതിനകത്ത് ആ ബ്രഹ്മപ്പണത്തെ വെച്ചിട്ട് ടാക്സ് അടയ്ക്കാൻ വേണ്ടി അതിനെ പിടിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ഇത്രയും ആഴത്തിലുള്ള സമുദ്രത്തിനകത്തു നിന്ന് ഒരു മത്സ്യത്തിനെ വായില് ബ്രഹ്മപ്പണം വെച്ചിട്ട് അതിനെ പിടിച്ചുകൊണ്ടുവരാൻ പറയുന്നു. അപ്പൊ ജ്ഞാനം നോക്കിയേ, ദൈവത്തിന്റെ പ്രവൃത്തി നോക്കി എത്ര വലുതാണ്. ഒരുപാട് ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വേദഭാഗത്തെ നമുക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 20 വരെ. യേശുവോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞ ഈ ഭാഗം വളരെ പരിചിതമായ ഭാഗമാണ്, അല്ലെ? ആരോടാണ് സംസാരിക്കുന്ന കർത്താവ്? ശമരിയ സ്ത്രീയോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ശമരിയരും യഹൂദരും തമ്മിൽ ഒരു സമ്പർക്കവും ഇല്ലാതിരിക്കെ, ആ ശമരിയ വഴിയേ യഹൂദന്മാർ പോകാതിരിക്കെ കർത്താവ് മനഃപൂർവ്വമായി ശമരിയയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു എന്ന് നമുക്ക് വചനത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. ശിഷ്യന്മാരെ ഈ സ്ത്രീയോട് സംസാരിക്കേണ്ടതിനായി, ശമരിയ സ്ത്രീയോട് സംസാരിക്കേണ്ടതിനായി ശിഷ്യന്മാരെ താൻ ഒഴിവാക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ശിഷ്യന്മാരെ ഭക്ഷണം കൈക്കൊള്ളാൻ വേണ്ടി പട്ടണത്തിലേക്ക് അയക്കുകയും ശമരിയ സ്ത്രീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവളെ സമീപിക്കുകയും ചെയ്യുന്ന കർത്താവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവളുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ജ്ഞാനാത്മാവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? അപ്പോൾ അവളോട് എന്ത് ചെയ്യുന്നു? വെള്ളം ചോദിക്കുന്നുണ്ട്, കുടിപ്പാൻ വെള്ളം ചോദിക്കുന്നുണ്ട്. ജീവജലത്തിന് നദിയെക്കുറിച്ച് അവളോട് പരാമർശിക്കുന്നുണ്ട്. ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധന കഴിക്കേണ്ടതെന്ന് ആരാധനയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, അല്ലെ? ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ മലയെക്കുറിച്ച്, യാക്കോബിന്റെ കിണറിനെ കുറിച്ചൊക്കെ അവൾ പ്രസ്താവിക്കുമ്പോൾ ഇതിലൊന്നുമല്ല കാര്യം. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്നൊക്കെ കർത്താവ് അവിടെ സംസാരിക്കുന്നതാണ്. അതിന്റെ ആ ഭാഗങ്ങളിലേക്ക് ഒന്നും പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഒരു പദം അവിടെ കർത്താവ് പറയുന്നുണ്ട്, അല്ലെ? അവള് മറച്ചു വെച്ചൊരു കാര്യം, അവൾ വെളിപ്പെടുത്താതിരുന്നൊരു കാര്യം, അവൾ ഒരു സിംഗിൾ ആണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് എന്ന രീതിയിൽ കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് പെട്ടെന്ന് എന്ന് പറയാണ്, എങ്ങനെയെങ്കിൽ നിന്റെ
ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. കർത്താവിന് പെട്ടെന്നത് തന്റെ ഹൃദയത്തിലേക്ക് ഞാൻ ആത്മാവിൽ വെളിപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അപ്പോൾ അവൾ എന്താ മറുപടി പറഞ്ഞത്? 16-ാമത്തെ വാക്യം. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് എനിക്ക് എന്ത് ചെയ്തു? ഭർത്താവ് ഇല്ല എന്ന് അവൾ പറഞ്ഞു. ഞാൻ സിംഗിൾ ആണെന്ന് ഈ പ്രവാചകൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ വിചാരിച്ചോട്ടെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? എനിക്ക് ഭർത്താവില്ലെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞത്? എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. അപ്പോൾ 5 ഭർത്താക്കന്മാരുടെ പഴയ കാല ചരിത്രത്തെ കുറിച്ച് കർത്താവിന്റെ മനസ്സിലേക്ക് ഞാൻ ആത്മാവിൽ പെട്ടെന്ന് വന്നു. അല്ലേ, ഞാൻ സിംഗിൾ ആണ്, അല്ലേ, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ സമർത്ഥിക്കുവാൻ ശ്രമിച്ച സഹോദരിയുടെ അടുത്ത് കർത്താവ് പറഞ്ഞ് എന്ത് ചെയ്തു? നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. അല്ലേ, പഴയകാല ചരിത്രത്തിൽ കർത്താവ് ഒന്ന് നിൽക്കുകയാണ്. പഴയകാല അനുഭവങ്ങളെ ഞാൻ ആത്മാവിൽ, ദൈവാത്മാവിൽ യേശു കർത്താവിന് വെളിപ്പെട്ടു. ഇപ്പോഴത്തെ അനുഭവത്തെ വെളിപ്പെട്ടു. ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല, ഇപ്പോഴത്തെ അനുഭവത്തെ വെളിപ്പെടുത്തു. അപ്പൊ ഈ ജ്ഞാനത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ വചനം ലഭിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാകുന്നു. അത് ആദ്യം ഓപ്പറേറ്റ് ചെയ്ത ആള് യേശു കർത്താവ് തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തലപ്രവൃത്തികളുടെ 9-ാം അധ്യായം 10 മുതൽ 12 വരെ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. ആ പദം കേൾക്കുമ്പോൾ തന്നെ അവിടെ ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമ്മെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അനന്യാസ് എന്നൊരു പ്രവാചകൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈ പട്ടണത്തിൽ ഒരു പ്രവാചകനുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചിന്തിച്ചത്, അല്ലേ, ആ ചെറിയ പെൺകുട്ടി, അരാം സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് വന്ന നയമാന്റെ ഭവനത്തിൽ വസിക്കുന്ന ചെറിയ പെൺകുട്ടി, ഞങ്ങളുടെ ദേശത്തൊരു പ്രവാചകനുണ്ട് എന്ന് പറയാനിടയായിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ദമസ്കോസിൽ ആരുണ്ട്? അനന്യാസ് എന്നൊരു പ്രവാചകനുണ്ട്. നമ്മെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആരാ? പരിശുദ്ധാത്മാവാ. നമ്മെ കാണിക്കേണ്ടത് ആരാ? ജനത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്, ദേശത്തിന് നമ്മെ പരിചയപ്പെടുത്തേണ്ടത് പരിശുദ്ധാത്മാവാകുന്നു. ആരും പരിചയപ്പെടുത്താതിരിക്കുമ്പോൾ അനന്യാസിനെ, പൗലോസിനെ ആര് പരിചയപ്പെടുത്തി കൊടുക്കുക? അനന്യാസിനെ ദൈവം പരിചയപ്പെടുത്തി കൊടുക്കുക. ഒരേ സമയത്ത് പൗലോസിനും അനന്യാസിനെ കുറിച്ചുള്ള വെളിപ്പാട്, അനന്യാസിന് പൗലോസിനെ കുറിച്ചുള്ള വെളിപ്പാട്, രണ്ടും ഒരേ സമയത്ത് ജ്ഞാനാത്മാവിൽ ലഭിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അനന്യാസിന്റെ അടുത്ത് കർത്താവ് പറയുന്ന പദം ശ്രദ്ധിച്ചാട്ടെ. അനന്യാസ് അവനെ കർത്താവ് ഒരു ദർശനത്തിൽ ചിന്തിക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രവാചകൻ, അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏത് സമയത്തും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കും പ്രവചനത്തിനും പരിശുദ്ധാത്മാവ് പറയുന്നിടത്ത് ചെല്ലാനും അവൈലബിൾ ആയിരിക്കുന്ന ഒരു പ്രവാചകൻ. അതാ പദത്തിന്റെ അർത്ഥം, അല്ലേ? നമ്മളും അങ്ങനെ ആയിരിക്കണം. ദൈവം അയക്കുവാൻ ആഗ്രഹിക്കുന്നിടത്ത്, ദൈവം പോകുവാൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നിടത്ത്, ദൈവം സംസാരിക്കുന്ന രീതിയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു പ്രവാചകൻ, അതായിരുന്നു അനന്യാസ്. നമ്മളും അതുപോലെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വായിച്ചാട്ടെ. അനന്യാസെ എന്ന് വിളിച്ചു. ദൈവം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം, അല്ലെ? അനന്യാസിനെ വിളിച്ചു. നമ്മുടെ പഴയ നിയമത്തിൽ ശമൂവേലിനെ വിളിക്കുന്നത് പോലെ പഴയ നിയമത്തിൽ മാത്രമല്ല പേര് വിളിച്ചുള്ള ദൂത് കർത്താവ് പറയുന്നത്. എന്താ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, അല്ലേ? അനന്യാസേ അവനെ വിളിക്കുകയാണ്. വായിച്ചാട്ടെ. കർത്താവിനോട് എന്ത് ക്ലിയർ ആയിട്ട് പരിശുദ്ധാത്മാവ് ഞാൻ ആത്മാവിൽ അനന്യാസോട് സംസാരിക്കുകയാണ്. നേർവീഥി എന്ന തെരുവ്, യൂദയുടെ ഭവനം, തർസോസുകാരനായ ശൗൽ. നോക്കണമേ, ഇത് കൂടുതൽ ക്ലാരിറ്റി എന്താ വേണ്ടത്? ആ യൂദയുടെ നേർവീതിയുടെ തെരുവിൽ എവിടെയോ എന്നാണ് ദൈവാത്മാവ് പറഞ്ഞത്. അല്ല, നേർവീതിയുടെ തെരുവിൽ യൂദയുടെ ഭവനത്തിൽ ആരാണ് വന്നിരിക്കുന്നത്? തർസോസുകാരനായ ശൗൽ. അപ്പൊ ശൗലിന്റെ അഡ്രസ്, അവനിപ്പോൾ ആയിരിക്കുന്ന ഭവനം, അവന്റെ തെരുവ് എല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അവൻ ഇപ്പൊ ചെയ്യുന്നതും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, അല്ലേ? അല്ലേ? ദമസ്കോസിന്റെ പരിപാടിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയല്ല, അവൻ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. വായിച്ചോട്ടെ. അനന്യാസ് എന്നൊരു
മനുഷ്യൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതേ ജ്ഞാനാത്മാവിൽ ആർക്കും ഈ വെളിപ്പാട് ലഭിച്ചു? ശൗലായിരിക്കുന്ന പൗലോസിനും ഈ വെളിപ്പാട് ലഭിച്ചു. അനന്യാസ് എന്ന പദം എടുത്ത് പരിശുദ്ധാത്മാ പറഞ്ഞു. വേറൊരു പ്രവാചകൻ വന്ന, വേറൊരാൾ വന്ന് തലയെ കൈവയ്ക്കാൻ വന്ന, വേറൊരു പേരും കൊണ്ട് വന്ന കേറ്റരുത്. അല്ലേ? അനന്യാസ് എന്ന് ക്ലിയർ ആയിട്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അനന്യാസിനോട് തർസോസുകാരനായ ശൗലിനെ കുറിച്ചും പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഇത് ജ്ഞാനത്തിന്റെ വചനം എന്നാണ് ഈ വരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരുവർക്കും സ്ഥലം ഉൾപ്പെടെ, പേരുൾപ്പെടെ, അഡ്രസ് ഉൾപ്പെടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. നമുക്കത് പരിശുദ്ധാത്മാവ് നൽകും. നമ്മുടെ ആഗ്രഹം അതുപോലെ ആണെങ്കിൽ, അല്ലേ? ഒരാളെ കാണുമ്പോൾ ആളുടെ സ്ഥലം ഒന്ന് ചിന്തിച്ചു വയ്യ, അങ്ങനെ ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ആഗ്രഹം ഉണ്ടോ? ഒരാളെ കാണുമ്പോൾ ആ സ്ഥലം ഇവിടെ താമസിക്കുന്നത് അങ്ങോട്ട് ചോദിക്കാതെ പരിശുദ്ധാത്മാവ് നമ്മൾ മനസ്സിലാക്കിയിട്ട് കോട്ടയത്തല്ലേ സ്ഥലം, അല്ലേ എന്ന് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാത്മ അന്തരീക്ഷത്തിലേക്ക്, ജ്ഞാനത്തിന്റെ വചനത്തിലേക്ക് നാം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രവചനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നല്ലേ? പ്രവചനത്തെ കുറിച്ച് പഠിച്ചു പോവുകയല്ല, പ്രവചിക്കുവാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ആത്മീയ അന്തരീക്ഷം, ആത്മീയ ജീവിതം മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ കൃപാവരങ്ങളൊക്കെ നമുക്ക് വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷകളൊക്കെ നമ്മെ കൊണ്ട് ദൈവം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലന്മാരെ, ഇടയന്മാരെ, പ്രവാചകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ ഒക്കെ യേശു കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിനെ നമുക്ക് സഭയ്ക്കായി തന്നിരിക്കുന്നു. യേശു ഈ ശുശ്രൂഷകളെ സഭയിൽ നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റ്മെന്റ് ചെയ്ത കർത്താവാണ് നമ്മൾ പല പ്രാവശ്യം പഠിച്ചതായിരുന്നു, അല്ലേ? അപ്പോൾ ഈ കൃപാവരങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്ന്, അതിലേക്ക് കടന്നു വരണമെന്ന് നമ്മൾ ദൈവം നമ്മെ കുറിച്ച് വാസ്തവമായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പാട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? സത്യത്തിലുണ്ടോ? വ്യക്തികളെ കുറിച്ച്, സ്ഥലങ്ങളെ കുറിച്ച് ഒരാലോചന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ തരണമെന്ന് ആഗ്രഹമുള്ളവർ നിശ്ചയമായി പ്രാർത്ഥിക്കുക. അതാണ് ജ്ഞാനത്തിന്റെ വചനം എന്ന് പറയുന്നത്. യേശു കർത്താവ് കണ്ട ഉടനെ ആ സ്ത്രീയുടെ സകല വിഷയങ്ങളും കർത്താവ് ആ സാമീപ്യത്തിൽ നിന്ന് മനസ്സിലാക്കി. അവളോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അവൾ മറച്ചു വെച്ചതുകൂടെ കർത്താവ് കണ്ടുപിടിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. വളരെ പരിമിതമായ ഭാഗം. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 10 വരെ. നമുക്കറിയാവുന്ന ഭാഗം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. കുറെ ഉദാഹരണങ്ങളൊക്കെ, കഥയൊക്കെ കർത്താവ് നാഥാൻ പ്രവാചകനെ കൊണ്ട് ദാവീദിന്റെ അടുത്ത് പറയിപ്പിക്കുന്നുണ്ട്. അവസാന ഭാഗം ദാവീദ് പറയുന്നത് എന്താണ്? ആ മനുഷ്യൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? കൊല്ലണം, അല്ലേ? ഇങ്ങനെയുള്ള മനുഷ്യനെ എന്ത് ചെയ്യണം? ദാവീദ് അതിന്റെ മുകൾ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ജ്വലിച്ചിട്ട് അവൻ നാഥാനോട്, ഇത് ചെയ്തവൻ മരണയോഗ്യൻ, ഇവനെ കൊല്ലണം എന്നാണ് പറഞ്ഞത്. ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ആ ഭാഗത്ത് ഇടയന്റെയും ആടിന്റെയും ഒക്കെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? നാഥാൻ പ്രവാചകൻ പറയുന്നുണ്ട്, അല്ലേ? അതൊന്നും വിശദമായി വായിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് എന്താ പറഞ്ഞേ? അവനെ കൊന്നുകളയണം. അപ്പോൾ അങ്ങനാണെങ്കിൽ ആ മനുഷ്യൻ ആരാ? നീയാണ് ആ മരണശിക്ഷ അനുഭവിക്കേണ്ട ആള്. നീയാണ് ഊരിയാവിനെ കൊന്നുകളഞ്ഞത്. ഊരിയാവിന്റെ ഭാര്യയെ കൈവശമാക്കിയത് നീയാണ്. തെറ്റ് ചെയ്തത് നീയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം? നീയാണ് മരണയോഗ്യൻ. പക്ഷെ ഇത് മുഴുവൻ നാഥാൻ പ്രവാചകന് ജ്ഞാനാത്മാവിൻ ദൈവം വെളിപ്പെടുത്തി. നോക്കണമേ, പ്രവാചകന്റെ ധൈര്യം കൂടെ നോക്കണം, അല്ലെ? ആ രാജ്യത്തെ ഏറ്റവും വലിയ രാജാവായിരിക്കുന്ന, സിംഹാസനസ്ഥനായിരിക്കുന്ന ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ദാവീദിനോട് ഈ കഥകളൊക്കെ പറഞ്ഞ് അവന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം നാഥാൻ പ്രവാചകന്റെ മേൽ വ്യാപരിച്ചിരുന്ന ധൈര്യവും അഭിഷേകവും നോക്കണം, അല്ലേ? എലിയാവിന് അഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലാതെ എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ടെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞിട്ടല്ലാതെ, അല്ലേ? ഇതൊരു ധൈര്യത്താണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദസ്തിനിയും മഞ്ഞും മഴയും പെയ്യുകയില്ല, ഉണ്ടാകുകയില്ല, അല്ലേ? അപ്പൊ നമ്മുടെ ആ ധൈര്യം, ആ കൊട്ടാരത്തിൽ ചെല്ലാനുള്ള ധൈര്യം, സംസാരിക്കാനുള്ള ധൈര്യം, അതിലുപരിയായി ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു ചിത്രം പോലെ പരിശുദ്ധാത്മാവിൽ നാഥാന ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ മനുഷ്യൻ നീ തന്നെയാണ് പറയാനുള്ള ധൈര്യം നാഥാന് ലഭിക്കുന്നു. ആ ജ്ഞാനാത്മാവ് ദൈവം നമുക്ക് നൽകും. വിശ്വസിക്കാമോ? നമ്മളുമായി സമീപിക്കുന്ന വ്യക്തികളോട്
അവരുടെ വിഷയങ്ങളെ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി, അവരോട് പരിശുദ്ധാത്മാവിൽ സംസാരിപ്പാൻ, അവരെ കറക്റ്റ് ചെയ്യുവാൻ. അല്ലേ? നീ ഇങ്ങനെ പോയാൽ ശരിയാത്തില്ലെന്ന് പറയാമോ? അതാണ് അല്ലേ? കറക്റ്റ് ചെയ്യായിരുന്നു അല്ലേ? അത് ദൂത് സംസാരിച്ചെങ്കിലും നാഥാൻ ദാവീദ് അത് കേട്ടപ്പോൾ മനസ്സിൽ ദുഃഖം തോന്നി അല്ലേ? പക്ഷെങ്കിൽ അവൻ മടങ്ങി വരാൻ തയ്യാറായി. അവനെ കറക്റ്റ് ചെയ്യാനുള്ള ദൂത് നാഥാന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. വേഗത്തിൽ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 3-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ പത്രോസ്, പഴയ നിയമത്തിൽ ജ്ഞാനാത്മാവിൽ സംസാരിച്ച നാഥാൻ പ്രവാചകനെ കുറിച്ച് നമ്മൾ കേട്ടു, അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ അതേ ജ്ഞാനാത്മാവിൽ സംസാരിക്കുന്ന, ജ്ഞാനത്തിന്റെ വചനം സംസാരിക്കുന്ന പത്രോസിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതുണ്ട്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്താ അല്ലേ? പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞു. ദശാംശം ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ട അവരുടെ വസ്തു വിറ്റേച്ച് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടിരുന്ന ഭാഗമാണ് നാം കണ്ടത്. പക്ഷെ ഇവരെ ഈ വസ്തു വിറ്റേച്ച വിലയിൽ കുറെ എടുത്ത് മാറ്റിവെച്ചു. പക്ഷെ നമ്മുടെ ആ ഭാഗം നമ്മൾ വായിച്ച ശ്രദ്ധിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവരിത് വീട്ടിൽ വെച്ച് എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് വന്നത് അല്ലേ? ആദ്യം അനന്യാസ് എന്ന് പറയുന്ന ഭർത്താവ് ആദ്യം പോവും, ആരാധനയിലൊക്കെ സംബന്ധിക്കും. ഞാൻ വിചാരിക്കും 2 സെക്ഷൻ ആരാധനയാക്കി അങ്ങനെ നല്ലതായിരിക്കും അവിടെ അല്ലേ? ഒരുപോലെ ആൾക്കാർ, ഒരുപോലെ ആദിമസഭയിലെ ശക്തമായ അനുഭവങ്ങളല്ലേ, ഭവന സഭകളാണ് കൂടുതലും, ഇരിക്കാൻ വയ്യാത്ത പോലെ ആൾക്കാരും അന്തരീക്ഷങ്ങളും ഒക്കെ ആയിരിക്കും. ഒരു 2 സെക്ഷനുള്ള പ്രാർത്ഥനകളുമായിരിക്കാം ചിലപ്പോൾ, നമുക്ക് ചിന്തിക്കാം അങ്ങനെ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ പ്രാർത്ഥനയ്ക്ക് ആര് പോയി? അനന്യാസ് പോയി. അപ്പൊ അനന്യാസ് പോയപ്പോ വീട്ടിൽ വെച്ച് ഇവര് പറഞ്ഞ് എല്ലാം തീരുമാനിച്ചാ പോയത്. ചിലപ്പോഴെങ്ങാനും ചോദിച്ച എന്ത് പറയണം? സമ്മതിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ഒത്തിട്ടൊക്കെയാണ് ഇവര് പോയത്. നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തവര് മാറ്റിവെച്ചു അല്ലേ എന്ന് പറഞ്ഞല്ല ഒത്ത് പോയതാണ്. അനന്യാസ് ആദ്യം പറഞ്ഞാണ്, ഞാൻ ആദ്യം പോവാം, ആദ്യത്തെ സെക്ഷൻ മീറ്റിംഗ് ഞാൻ പോവാം അല്ലേ, ഞാൻ പോയിട്ട് സംബന്ധിച്ചിട്ട് വരാം. രണ്ടാമത് നീ ഒന്നും അറിയാത്ത പോലെ കയറി വരണം അല്ലേ, ഒന്നും അറിയാത്ത പോലെ 2ാമത്തെ മീറ്റിംഗ് നീ അറ്റൻഡ് ചെയ്തിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. ആദ്യത്തെ മീറ്റിംഗ് ഇരിക്കുന്ന തന്റെ ഭർത്താവ് അനന്യാസിനെ കാണാൻ വളരെ ആഗ്രഹത്തോടെ 2ാമത്തെ മീറ്റിംഗിന് സെക്ഷന് കടന്നു വന്ന ആര്? സഹോദരി അല്ലേ? സഹോദരിയോടുള്ള ദൂത് എന്തായിരുന്നു? അവനെ എടുത്തുകൊണ്ട് പോയവരുടെ കാൽ പുറത്തുകൊണ്ട് അവർ നിന്നെയും എടുത്തുകൊണ്ട് പോകും അല്ലേ? അവനെ ശീലയിൽ പൊതിഞ്ഞ് എടുത്തുകൊണ്ട് പോയവർ നിന്നെയും എടുത്തുകൊണ്ട് പോകുമെന്ന് അറിയുക. അപ്പോൾ 3ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ, നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത്. ഇവർക്ക് നിലത്തിന്റെ വിലയിൽ കുറെ വേണമായിരുന്നെങ്കിൽ, അപ്പൊ നമുക്കറിയാം ആദ്യ ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറയാം. അപ്പോസ്തലന്മാരുടെ കാലത്തിൽ ഈ പരിശുദ്ധാത്മാവുള്ള ശക്തമായ ഒരു അന്തരീക്ഷമായപ്പോൾ ഇപ്പോൾ എത്ര അന്തരീക്ഷം വന്നാലും നമ്മൾ ചെയ്യത്തില്ല അല്ലേ? നമ്മുടെ സമ്പത്തൊക്കെ എടുത്ത് സ്വത്തുവകളൊക്കെ വിറ്റ്, വീടും എല്ലാം വിറ്റേച്ച് അപ്പോസ്തലന്മാരുടെ കാലത്ത് കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ആത്മീയ അന്തരീക്ഷമായാലും നമ്മൾ ഈ കാലഘട്ടം ചെയ്യത്തില്ല. പക്ഷെങ്കിൽ അന്നത്തെ ആത്മീയ അന്തരീക്ഷത്തിന്റെ മുമ്പിൽ എല്ലാവരും പൊതുവക എന്നെണ്ണിയല്ല, എല്ലാ സഹോദരന്മാരും തുല്യരാണെന്നുള്ള ചിന്ത അവരുടെ അകത്ത് വന്നിട്ട് എല്ലാം പൊതുവക എന്നെണ്ണി. എന്നിട്ട് അവർക്കുള്ളതെല്ലാം വിറ്റേച്ചുണ്ടെങ്കിൽ പോസ്റ്റർമാരുടെ കാലം കൊണ്ട് ഒരുമിച്ച് ഷെയർ ചെയ്യുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് അവർ വന്നു. ആ സമയത്ത് അനന്യാസിന് വേണേൽ പറയാമായിരുന്നു, ഞാൻ വിറ്റ ഭൂമിക്കകത്തുനിന്ന് അല്ലെങ്കിൽ വിറ്റ നിലത്തിനകത്തുനിന്ന് കുറച്ച് വില എനിക്ക് മാറ്റി വെക്കണം, എനിക്ക് അത് മുഴുവനായിട്ട് തരാൻ പറ്റത്തില്ലെന്ന് വേണേ പത്രോസിന്റെ അടുത്ത് വന്ന് സംസാരിക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ആ മരണം അവിടെ സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്തു? അത് മാറ്റിവെപ്പാൻ ആഗ്രഹിച്ചു. ഇവർ തമ്മിൽ ഒത്തു എന്നുള്ള പദവും നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? ഒന്ന്, അനന്യാസ് കുറെ എടുത്ത് മാറ്റിവെച്ചു. 9ാമത്തെ വാക്യം, പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് വന്നത്. പക്ഷെ എന്ത് ചെയ്തു? നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. നോക്കണേ, ഇത് സംഭവിക്കുന്നത് ഒരു പഴയ നിയമ സംഭവമല്ല. അവിടാണ് വളരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പഴയ നിയമ കാലഘട്ടത്തിൽ നടന്ന സംഭവമല്ല, പുതിയ നിയമസഭയിലെ ആദിമ സഭയിൽ വെളിപ്പെട്ട സംഭവമാണ്. പത്രോസ് ഇവൻ
ഇവൻ അനന്യാസ് മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു? ഇല്ല. സഫീറ മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു? ഇല്ല. പക്ഷെ ആ വാക്കുകളുടെ ശക്തി നോക്കിക്കേ. നിന്നെ എടുത്തുകൊണ്ട് പോയവരുടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെ എടുത്തു. അർത്ഥം മരണം തന്നെയാണ്. പക്ഷെ ആ പറഞ്ഞ പദത്തിന്റെ അർത്ഥത്തിനകത്ത്, ആ പദത്തിനകത്ത് ആ ശക്തി വ്യാപരിച്ചിരുന്നു അല്ലെ. അനന്യാസോട് സംസാരിച്ചപ്പോൾ തന്നെ അനന്യാസ് വീണുപോയി. അത്ര പവറായിരുന്നു ആദിമസഭയിൽ അല്ലത് അപ്പോസ്തലന്മാരുടെ അധരങ്ങളിൽ വെളിപ്പെട്ടിരുന്നത്. ആ താഴത്തേക്കുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും മഹാഭയം ദൈവസഭയ്ക്ക്, മഹാഭയം ദേശത്തിന് നടുവിൽ ഉണ്ടായി ഈ സംഭവം കാരണം. കാരണം അപ്പോസ്തലനായ പത്രോസിന്റെ അധരങ്ങളിൽ വെളിപ്പെട്ട ആ പവർ, ആ ശക്തി, അത് മരണകരമായ അനുഭവങ്ങളിൽ കൂടെ നൽകുവാനിടയായെന്ന് ഓർത്ത് സഭ വളരെയധികം ഭയപ്പെടുന്നു നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എങ്ങനെയാണ് ഇത് പത്രോസിന് വെളിപ്പെട്ടത്? പത്രോസിന് വെളിപ്പെട്ടത് ജ്ഞാനത്തിന്റെ ആത്മാവിലായിരുന്നു. പരിശുദ്ധാത്മാവാണ് പത്രോസിനെ അത് വെളിപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ യേശു കർത്താവിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. ഇവിടെ യേശു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായം 47 മുതൽ 51 വരെ. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടിട്ട് ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്നവനെ കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, മതി, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഈ പുള്ളികൾക്ക് അകത്ത് കള്ളത്തരമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലേ? നമ്മൾ നല്ല ടിപ് ടോപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് നമ്മുടെ ചിന്തകള്, നമ്മുടെ തീരുമാനങ്ങള് എന്തൊക്കെയാണെന്ന് എന്തെങ്കിലും പിടികിട്ടാറുണ്ടോ? ഇല്ല. ഇത് ഒരു മനുഷ്യനെ കണ്ടപ്പോ കർത്താവ് പറയാണ്, സാക്ഷാൽ ഇസ്രായേലിൻ, നിന്നിൽ ഒരു കള്ളത്തരവും ഇല്ല. ഒരു ചെറിയ കള്ളത്തരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, നഥനയേലിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ ആര് കണ്ടുപിടിച്ചേ? യേശു പറഞ്ഞേ അല്ലേ? നീയാണ് യഥാർത്ഥത്തിൽ സാക്ഷാൽ ഇസ്രായേലിൻ, നിന്നിൽ കപടമില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞു. അതിന് താഴോട്ട് എന്താ കാരണം എന്ന് എഴുതിയിട്ടുണ്ട്. നഥനയേൽ അവനോട് എന്നെ എവിടെ വെച്ചറിയും, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് അതിനെ ചോദിക്കുക. വായിച്ചാൽ ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ, ഫിലിപ്പോസ് ആണ് നഥനയേലിനെ കർത്താവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഫിലിപ്പോസിനെ വിളിക്കും മുമ്പേ, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു പറഞ്ഞു. ഈ അത്തിയുടെ കീഴിൽ ഇരിക്കുന്ന ഈ അത്തിപ്പഴം പുറക്കാനും അവിടെ കുത്തുവാരാനൊന്നുമല്ല അത്തിയുടെ കീഴിലിരിക്കുന്ന. പഴയ കാലത്ത് ഈ യഹൂദന്മാര് അവർ ഈ അത്തിയുടെ തണലിരുന്ന് ദൈവവചനം പഠിക്കുമായിരുന്നു. ലിഖിതങ്ങളൊക്കെ എടുത്ത് അവര് പഴയ നിയമ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യും. നല്ല തണലുള്ള അന്തരീക്ഷമല്ലേ, തണുത്ത അന്തരീക്ഷമല്ലേ. അപ്പൊ അവിടെ ഇരുന്ന് കൂടുതൽ അവര് വചനത്തിന് സമയം കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ. അപ്പോൾ നഥനയേലിനെ യേശു എന്ത് ചെയ്തു? ദൈവനെ പഠിക്കുന്നതാണ് കണ്ടപ്പോഴേ യേശു നഥനയേലിനെ ശ്രദ്ധിച്ചല്ലേ. അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നു. നീ അത്തിയുടെ കീഴിൽ ഞാൻ നിന്നെ കണ്ടു നീ വിശ്വസിച്ചെങ്കിൽ നീ എന്ത് വിശ്വസിക്കും? നീ ഇതിനേക്കാൾ വലിയത് കാണാൻ പോകുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്ന് അവനോട് പറഞ്ഞു. അതിനെയോട് ദൈവം സംസാരിക്കുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പഴയ നിയമത്തിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരാളെ കുറിച്ച് കണ്ട യാക്കോബ് അല്ലെ, കല്ല് തലയണയായി വെച്ച് കിടന്നപ്പോൾ അദ്ദേഹം എന്ത് കണ്ടു? ദൂതന്മാർ തന്റെ അടുത്തേക്ക് ഇറങ്ങുന്നതും കയറുന്നതുമായിട്ടുള്ള കാഴ്ച കണ്ടു. നഥനയേലിനോട് യേശു പറയാണ്, നീയും ഈ കാഴ്ച കാണാനായിട്ട് പോവുകയാണ്. ഇത് ആക്ച്വലി സംഭവിക്കുന്നത് ഇപ്പോഴല്ല. നമ്മൾ നവഭൗമ പർദീസയെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? നവഭൗമ പർദീസയുടെ പ്രത്യേകത എന്തായിരുന്നു? ഒരു പട്ടണം ഇറങ്ങി വരുന്ന കാര്യം പഠിച്ചായിരുന്നു അല്ലേ? പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുകയും ഒരു പട്ടണം നമുക്കായി ഇറങ്ങി വരികയും, തങ്കം കൊണ്ടുള്ള ഒരു പട്ടണം അല്ലെ, സ്വച്ഛ സ്ഫടിക തുല്യമായ ഒരു പട്ടണം ഇറങ്ങി വരികയും, സമചതുരത്തിലുള്ള ഒരു പട്ടണം അല്ലെ, അതിന് എത്ര മുഴം വീതി, എത്ര മുഴം നീളം പറയാമോ? 1200 നാഴിക ദൂരം വീതി, സമചതുരമായ ഒരു പട്ടണം ഇറങ്ങി വരുന്നു എന്ന് നാം പഠിക്കുകയുണ്ടായി.
ഈ നഥനയേലിനോട് പറഞ്ഞ ദൂത് വെളിപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാകുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം അന്നേരം ഉണ്ടാകും. പുതിയ ആകാശത്തിലേക്ക്, ദൈവം സൃഷ്ടിച്ച പുതിയ ഭൂമിയിലേക്ക് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകും. ആ കാലഘട്ടത്തിൽ നഥനയേലിനോട് പറയാണ്, നീ അത് കാണും. നീയും ആ പട്ടണത്തിൽ നവഭൗമ പർദീസയിൽ നീയും ഉണ്ടായിരിക്കും. നോക്കണമേ, എത്ര കാലഘട്ടം കഴിഞ്ഞ് ഇന്നും വെളിപ്പെട്ടിട്ടില്ലാത്തൊരു ദൂത് നഥനയേലിൽ കിടക്കുകയാണ്. നഥനയേലിനെ യേശു കണ്ടപ്പം അല്ലെ 2024 വർഷമായില്ലേ? 2024 വർഷങ്ങൾക്ക് മുമ്പ് നഥനയേലിനെ അത്തിയുടെ കീഴിൽ കണ്ടപ്പോൾ ദൈവം പറഞ്ഞ ദൂത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പട്ടണം സ്വർഗത്തിൽ നിന്ന് പുതിയ ഭൂമിയിലേക്ക്, പുതിയ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, സ്വർഗത്തിലേക്ക് ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ നഥനയേൽ അവിടെ ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ആയിരിക്കുമ്പോൾ പഠിക്കുക അല്ലെ, ഇനി വെളിപ്പെടാൻ പോകുന്നത്. നമ്മൾ ആ പട്ടണത്തിലുണ്ടെങ്കിൽ നമുക്ക് നഥനയേലിനെ കാണാം അല്ലെ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പട്ടണത്തിലുണ്ടെങ്കിൽ അല്ലെ, ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ പട്ടണത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ നഥനയേലിനെ കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? റാസക്കേമയിലെ ഒരു ചെറിയ ഒരു ക്യാബിനിൽ ഞങ്ങൾ ഇരുന്ന് നിന്നെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലെ. പഠിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വിശ്വാസമില്ല, നവഭൗമ പർദീസയിൽ ആരെ കണ്ടുമുട്ടു? താങ്കളെ കണ്ടുമുട്ടു. ഓ, എന്തൊരു സന്തോഷം! സന്തോഷമില്ലേ? പൈശാചിക ശക്തിയെ ശാസിച്ച് ഞാൻ എന്റെ ചവിട്ടൊക്കെ ചവിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായിരുന്നു. നവഭൗമ പർദീസയിൽ അല്ലെ നഥനയേലിനെ കണ്ടുമുട്ടിട്ട് പറയാ, നിന്നോട് പറഞ്ഞ ദൂത് ഞങ്ങൾ പഠിച്ചായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ആ കാലഘട്ടത്തിൽ വെളിപ്പെടാൻ പോകുന്ന ദൂതാണ് കർത്താവ് സംസാരിക്കുന്നത്. വേഗത്തിൽ പോകട്ടെ, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 14 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. പഴയ നിയമത്തിലെ 1 രാജാക്കന്മാർ 19-ാം അധ്യായം 14 മുതൽ 18 വരെ. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഏലിയാവ് പറയുന്ന ഒരു കംപ്ലൈന്റ് അല്ലെ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഇവിടെ എഴുതിയിരിക്കുന്നത് ബൈബിൾ അല്ലെ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഇവിടെ എഴുതിയിരിക്കുന്നത് യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്ത് ക്ലിയറാ! പേടിക്കാനുണ്ടെങ്കിൽ നമ്മളുണ്ടെങ്കിൽ ഏലിയാവ്. ചൂരച്ചെടിയുടെ മണലിൽ പോയിരുന്ന് ഭയപ്പെട്ടിരിക്കാനുണ്ടെങ്കിൽ നമുക്കും അതേ സ്വഭാവം അല്ലേ. എനിക്ക് ചത്താ മതി എന്ന് പറയുന്നവരുണ്ടോ? ആരുടെ സ്വഭാവം? സ്വഭാവം ഏലിയാവിന്റെ സ്വഭാവം അല്ലേ. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല, ഞാൻ എൻ്റെ അപ്പനെ കുടുംബക്കാരൊന്നും നല്ലവനല്ല, ഞാൻ ശരിയല്ല. ആരാ പറഞ്ഞു? നമ്മൾ പറയുന്നു സമസ്വഭാവം അല്ലേ. ഭയം, നിരാശ അല്ലേ, കുറ്റപ്പെടുത്തൽ എല്ലാം ഉള്ള മനുഷ്യനായ ഏലിയാവ്. അതൊക്കെ നമുക്കുണ്ട്, സമസ്വഭാവമുള്ള മനുഷ്യൻ. അപ്പൊ ഏലിയാവ് ചുരച്ചെടിയുടെ തണലിൽ ആര് നിന്നു? ദൂതൻ ചെന്ന് ഒരു തട്ട് കൊടുത്തു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു. ഏലിയാവ് അത് കഴിച്ചു കിടന്ന് ഉറങ്ങി എഴുതി. എനിക്ക് അതിശയം, ഒരു ദൂതൻ വന്നു. ഈ പുള്ളി എപ്പോഴും ദൂതനെയൊക്കെ കാണുന്ന ആളോണ്ടായിട്ട് ദൂതൻ വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു എഫക്റ്റ് ഒന്നും പുള്ളിക്കില്ല. കാരണം ദൂതനെ കണ്ടിട്ടുള്ള മനുഷ്യനായിരിക്കും നേരത്തെ അല്ലേ. കാക്ക കൊണ്ട് ഫുഡ് കൊടുത്ത ആളാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാക്ക കൊണ്ട് ഫുഡ് കൊടുത്ത ആളാണ് അല്ലേ. വിധവയുടെ പാത്രത്തിനകത്തുനിന്ന് ഫുഡ് നിറഞ്ഞ് ഫുഡ് അടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഈ പുള്ളി ദൂതനെയൊക്കെ കണ്ടങ്ങ് പരിചയമുള്ള പുള്ളിയായിരിക്കും. അതുകൊണ്ട് ഏലിയാവിന്റെ അടുത്തൊരു ദൂതൻ വന്നു. വിലാപ്പുറത്ത് നല്ല ഉറക്കമായിരുന്നു. തട്ടിയപ്പോ ഏലിയാവ് എണ്ണിച്ചു. എന്ത് കൊടുത്തു? സ്വർഗത്തിനുള്ള ഫുഡ് കൊടുത്തു. ദൂതനെ നിർത്തിക്കൊണ്ട്, ഞാൻ ആലോചിക്കുക, ദൂതനെ നിർത്തിക്കൊണ്ട് ആ ഫുഡ് അടിച്ചിട്ട് മുന്നിൽ കിടന്നു. ദൂതന്റെ മുന്നിൽ കിടന്ന് ഉറങ്ങിയത് ആലോചിച്ചേ. പക്ഷെ ദൂതൻ പിന്നെ പോയോ? പിന്നെ വിളിച്ചു അല്ലേ. അടുത്ത ഫുഡ് കൊടുത്തു. അടുത്ത ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോ ദൂതൻ പറഞ്ഞു, ഇനി നീ ഉറങ്ങരുത്. നീ ഉറങ്ങിയപ്പോ ഞാൻ വെയിറ്റ് ചെയ്തു. ദൈവം അറിഞ്ഞുകൊണ്ട് ദൂതൻ വെയിറ്റ് ചെയ്തായിരിക്കും. കാരണം പുള്ളി ക്ഷീണമുള്ള മനുഷ്യനാണ്, നിരാശയുള്ള മനുഷ്യനാണ്, മരിച്ചാൽ മതി ചിന്തിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് റെസ്റ്റ് എടുത്തോണ്ട് തന്നെ ചിന്തിച്ചാ നമുക്ക് നമ്മുടെ ഭൗതിക വിഷയങ്ങളിൽ ഇത് ദൂതായിട്ട് ഏറ്റെടുത്തു. നമുക്ക് നമ്മുടെ ഭൗതിക വിഷയങ്ങൾ, നാം അസ്വസ്ഥപ്പെടുന്ന വിഷയങ്ങൾ ദൈവം വിടുതൽ തന്നിട്ടേ അടുത്ത മേഖലകളിലേക്ക് ദൈവം ഇറങ്ങത്തുള്ളൂ. ഒരു കുഷ്ഠരോഗി കണ്ടാൽ ആദ്യം നീ സ്ഥാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കാനൊന്നുമല്ല കർത്താവ് പറഞ്ഞു. ആദ്യം അവനെ സൗഖ്യമാക്കുക. ഭക്ഷണം വേണ്ടടുത്ത് ഭക്ഷണം, സൗഖ്യം വേണ്ടടുത്ത് സൗഖ്യം, വിടുതൽ വേണ്ടടുത്ത് വിടുതൽ. അത് പകർന്നിട്ടാണ് കർത്താവ് പറയുന്നത്, നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ
ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവിന്റെ ക്ഷീണമാണെന്ന് മനസ്സിലാക്കി അവൻ വിശ്രമിച്ചോട്ടെന്ന് ആഗ്രഹിച്ച് അവൻ കിടന്നുറങ്ങാൻ ദൂതൻ വെയിറ്റ് ചെയ്ത് വീണ്ടും ഉണർത്തിയിട്ട് പറഞ്ഞു, ഇനിയും നീ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. നിനക്ക് എന്ത് ചെയ്യണം? നിനക്കൊരു ദൂരയാത്രയുണ്ട്. പുള്ളി പറഞ്ഞോക്കെ നോ പ്രോബ്ലം, ദൂരയാത്ര ഉണ്ട്, ഞാൻ പോകാം. 40 രാവ് 40 പകരം വീടിൽ ഓടുക. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട്, കുതിരയില്ല, കഴുതയില്ല, മൃഗവാഹനമില്ല, ഒന്നുമില്ല, ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് അവൻ 40 രാവും 40 പകലും പിന്നിട്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. ഹോരേബോളം ഓടിക്കഴിഞ്ഞാൽ ഈ പുള്ളി പിന്നെ ക്ഷീണമായി. പുള്ളി ഇവിടെ കയറിയിരുന്നു, ഒരു ഗുഹയ്ക്കകത്ത് റെസ്റ്റ് എടുക്കാൻ പിന്നെ കയറിയിരുന്നു അല്ലേ. എന്നിട്ട് പെട്ടെന്ന് പോകാം. എന്നിട്ട് എലിയ പറയുന്ന കംപ്ലൈന്റ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് എലിയ പറയുന്ന കംപ്ലൈന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഞാൻ ശക്തമായി പ്രയോജനപ്പെട്ട അഭിഷക്തനാണ്. നിനക്ക് അറിയാമല്ലോ, കർമ്മേലിന്റെ മലമുകളിൽ തീ ഇറക്കിയ ആളാണ്. ബാലശക്തികളെ 850 പ്രവാചകന്മാരെ താഴ്വരയിൽ കൊണ്ട് നമ്മുടെ തല വെട്ടിക്കളഞ്ഞ ആളാണ്. അങ്ങനെ ശക്തമായി ഞാൻ ശുഷ്കാന്തിയുള്ള ആളാണ്. പക്ഷെങ്കിൽ എന്നാൽ ഇസ്രായേൽ മക്കൾ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠമെല്ലാം ഇടിച്ചു കളഞ്ഞ് നിന്റെ പ്രവാചകൻ നോക്കണമേ. കർത്താവിനോട് ഏലിയാവ്, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്, കംപ്ലൈന്റ് പറയുന്നതാണ് സമസ്വഭാവമുള്ള മനുഷ്യൻ. നമുക്ക് എപ്പോ നോക്കിയാലും കംപ്ലൈന്റ് അല്ലേ അല്ലേ. എന്നെ കൂടെ ചേർത്താ ഞാൻ പറഞ്ഞു, ജോലിക്ക് എന്നാ നോക്കാം, ജോലി ഉണ്ടെങ്കിൽ കംപ്ലൈന്റ്, ജോലി ഇല്ലെങ്കിൽ കംപ്ലൈന്റ്, ജോലി ചെന്നിരുന്നാ പറയൂ എന്തോ ജോലിയായി അല്ലേ. ഇങ്ങനെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ജോലിക്ക് ഡ്യൂട്ടി ചെന്നിട്ട് എന്തൊരു ഡ്യൂട്ടി ചെയ്ത് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും പറയാത്ത ആരെങ്കിലും ഉണ്ട്? കംപ്ലൈന്റ്, ഇപ്പോഴും കംപ്ലൈന്റ്. ഏലിയാവ് കംപ്ലൈന്റാ. ഏലിയാവ് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി ശുഷ്കാന്തിച്ചിരുന്ന മനുഷ്യനാണ്. പക്ഷെ നീ എന്താ, നീ എന്തൊക്കെ അനുവദിച്ചോടെ ആയിച്ചാട്ടെ? നിന്റെ നിയമത്തെ ഉപേക്ഷിക്കാൻ ഇസ്രായേൽ മക്കളെ നീ അനുവദിച്ചു. യാഗപീഠങ്ങളിൽ ഇടിക്കപ്പെട്ടു. നോക്ക്, പ്രവാചകന്മാരെല്ലാം വാൾ കൊണ്ട് കൊന്നു കളഞ്ഞത് നീ കണ്ടുകൊണ്ട് നിന്നു. ഞാൻ ഒറ്റ ഒരുത്തം മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമല്ലേ. ഈ വീട്ടിന്റെ കാര്യം നോക്കാം. ഞാൻ ഒരാൾ മാത്രം, ഞാൻ കിടന്നായി കഷ്ടപ്പെടുന്നു, ഞാനില്ലായിരുന്നു ഈ വീടിന്റെ ഗതി എന്താകും പറഞ്ഞാലുണ്ടോ? സമസ്വഭാവം അല്ലേ. ഏലിയ പറയാണ്, ഞാൻ മാത്രം. നമുക്ക് നമ്മെ തന്നെ ഒരു സ്നേഹവും നമ്മോട് തന്നെ ഒരു സോഫ്റ്റ് കോർണറും ഉണ്ടെങ്കിൽ ചിന്തിച്ചോണം. ഏലിയാവിന്റെ സ്വഭാവം, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. പിന്നെ എന്റെ കാര്യവും നോക്കാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അവർ ജീവഹാനി വരുത്താൻ നോക്കുന്നു. വായിച്ചു പെട്ടെന്ന് വായിച്ചു. അവ യഹോവ നിന്നിട്ട്, അതിനു മുമ്പ് കാറ്റിൽ യഹോവയില്ലായിരുന്നു, ഭൂകമ്പത്തിൽ യഹോവയില്ലായിരുന്നു, തീയിൽ യഹോവയില്ലായിരുന്നു. ഇതൊക്കെ അവന്റെ മുമ്പിൽ പാസ് ചെയ്തു. സമയം പോകുന്നല്ലോ, പാസ് ചെയ്തു. എന്നിട്ടാണ് യഹോവ ഒരു മൃദുസ്വരത്തിൽ അവന്റെ അടുത്ത് വന്നിട്ട് യഹോവ സംസാരിക്കുമ്പോഴാണ് ഏലിയാവ് ഈ കംപ്ലൈന്റുകളൊക്കെ പറയുന്നത്. എന്നാൽ യഹോവ അവനോട് പറയുകയാണ്, ഏലിയാവേ, ഇവിടം കൊണ്ട് നിന്റെ ജീവിതം, നിന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല. നീ പുറപ്പെട്ട ദമശ്കത്തിന്റെ വഴിയായി മടങ്ങി പോകുക. ഹസായേലിനെ അഭിഷേകം ചെയ്യുക. അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യേഹൂവിനെ അഭിഷേകം ചെയ്യുക. ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലിന്റെ നിന്നുള്ള സാഫത്തിന്റെ മകനായ എലീശയെ അഭിഷേകം ചെയ്യുക. 3 അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ. ഏലിയാവല്ല അഭിഷേകം ചെയ്യുന്നത്, പക്ഷെ 2 അഭിഷേകങ്ങൾ ഹസായേലിനെയും യേഹൂവിനെയും ഏലിയാവ് അഭിഷേകം ചെയ്യുന്നുണ്ട്. അപ്പൊ 3 അഭിഷേകത്തെ കുറിച്ച് പറയുന്നു. ഓക്കെ, അഭിഷേകം ചെയ്യുക. തെറ്റിപ്പോകുന്നവനെ യേഹൂ കൊല്ലും, യേഹൂവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. എന്നാൽ ബാലിന് മടങ്ങി. ഈ ഭാഗം ശ്രദ്ധിക്ക്. ഏലിയ പറഞ്ഞെന്താ? ഞാൻ മാത്രം അല്ലേ, ഞാൻ ഒറ്റയൊരുത്തൻ, എല്ലാവരും പോയി, ഇനി ഞാനും തട്ടിപ്പോകുന്ന തോന്നുന്നത്. കർത്താവ് പറഞ്ഞു, നീ അതൊക്കെ അവിടെ നിൽക്കെ, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാൻ വരട്ടെ. നിനക്കൊരു 3 അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നീ ഇവിടുന്ന് പോകത്തുള്ളൂ. നീ മരിക്കാൻ ആഗ്രഹിച്ചവർക്കൊന്നും നീ മരിക്കാൻ പറ്റിയിട്ടില്ല. ചൂരച്ചെടിയുടെ തണലിൽ കിടന്നു, അവിടെ മരിച്ചില്ല. ഗുഹയ്ക്ക് പോയിക്കാത്തിരുന്നു, അവിടെയും മരിക്കുന്നില്ല. നീ ഇപ്പോഴെങ്ങും മരിക്കത്തില്ല. നിന്നെ ഞാൻ അഗ്നിമയമായ രഥങ്ങളോടുകൂടെ കുതിരകളോടുകൂടെ എടുക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യും. അതിനു മുമ്പ് 3 അഭിഷേകത്തിന്റെ ശുശ്രൂഷ നിനക്കുണ്ട്. അത് നിന്നെ കൂടി ഞാൻ ചെയ്യിക്കും. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ്, എന്നാൽ ബാലിന് മുട്ടുമടങ്ങാത്ത മുഴങ്കാലും അവരെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. ഏലിയാവ് എന്താ പറഞ്ഞേ? ഞാൻ മാത്രം. കർത്താവ് എന്താ പറയുന്നേ?
7001 നീയോട് ഉൾപ്പെടെ 7001 നീ അറിയാത്തൊരു 7000 ഞാൻ സംരക്ഷിക്കുന്ന ഒരു 7000 ഞാൻ ക്രമീകരിച്ചു നിർത്തിയിരിക്കുന്ന 7000 ഞാൻ ആത്മാവിലാണ് ദൈവം ഏലിയാവിനോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ഏലിയാവിനോട്, ദൈവാത്മാവിൽ, ഞാൻ ആത്മാവിൽ കർത്താവ് സംസാരിക്കുകയാണ്. നിനക്കറിയാത്ത ഒരു 7000-നെ ദൈവം കണ്ണുകളെ ദിവസം അടച്ചാട്ടെ. നമുക്ക് ഈ ശുശ്രൂഷ ആവശ്യമുണ്ടോ? നമുക്ക് ഈ വരം സത്യത്തിൽ ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. ആവശ്യമുണ്ടെന്ന് പ്രാർത്ഥിച്ചാട്ടെ. 1 മിനിറ്റ് കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യർക്ക് പിടികിട്ടാത്ത ദൈവത്തിന് മാത്രം അറിയാവുന്ന ചിലത് ഏലിയാവിന്റെ അടുത്ത് ദൈവം ഷെയർ ചെയ്യുകയാണ്. ഇസ്രായേലിൽ ഒരു കുഞ്ഞിനും അറിയാത്ത, പട്ടണത്തിന് അറിയാത്ത, ആഹാബിന് അറിയാത്ത, ഇസബേലിന് അറിയാത്ത 7000-ന്റെ ശേഷിപ്പ് എനിക്കറിയാമോ ഏലിയാവേ? ഓ നിനക്കറിയാത്തതിനെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, നമുക്ക് അറിയാത്ത പലതും ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വസിക്കാട്ടെ. ഹല്ലേലൂയ, നമുക്ക് അറിയാത്ത വ്യക്തികളെ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ ദൂത വെളിപ്പെട്ടത്. എനിക്കറിയത്തില്ല ആരോടായി ദൂത് വെളിപ്പെടുന്നത്, എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിനക്കറിയാത്ത വ്യക്തികളെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നിനക്കറിയാത്ത ശേഷിപ്പ് ദൈവം നിനക്ക് ഒരുക്കുന്നുണ്ട്. നിനക്കറിയാത്ത കുടുംബങ്ങളെ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. നിനക്കറിയാത്ത സഹോദരി സഹോദരന്മാരെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. വചനത്തിന് മുമ്പ് നമ്മെ വിശ്വസിച്ച് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാമെന്ന് നാം ചിന്തിക്കരുത്. എലിയാവിനെ പോലെ ഞാൻ ഒറ്റയുള്ളതെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. എന്റെ കഴിയും അധോഗതിയാണെന്ന് ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നാം അറിയാത്ത ചിലത് ദൈവം ക്രമീകരിക്കുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കുന്നുണ്ട്. അറിയാത്ത വ്യക്തികൾ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. അറിയാത്ത വ്യക്തികൾ